നിങ്ങളെല്ലാവരും അറിഞ്ഞാണോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൊറിയൻ യുവാവ്, നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല ആ കൊച്ച്, മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോയി ഇന്നലെ ആത്മഹത്യ ചെയ്തു. +1 പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണേ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഈ അമ്മമാരെ വളർത്തിക്കൊണ്ടുവരുന്ന, പ്രത്യേകിച്ച് ഈ 2010 ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ച ഈ പിള്ളേർക്ക് ഒരുപാട് സൗകര്യങ്ങളും മാതാപിതാക്കന്മാർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കഴിക്കാനുള്ള ചോറ് പോലും അവരുടെ വീട്ടിലുണ്ടാവില്ല. പക്ഷെ എല്ലാം വിറ്റുപറിക്കുകയും അവരുടെ ഇഷ്ടങ്ങളൊന്നും കാണാതെ അവരെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്ന കുറേ മാതാപിതാക്കളുണ്ട്. എല്ലാം കൊടുത്ത് വളർത്തുന്നത്. പക്ഷെ ഇവർക്ക് ഒരു കാര്യം മാത്രമില്ല, ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി പല പിള്ളേർക്കും ഇല്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. ശരിക്കും ഈ കൊറിയൻ എന്ന് പറഞ്ഞ യുവാവ് ഉള്ളതാണോ എന്ന് തന്നെ ദൈവത്തിന് ആർക്കറിയാം. ചിലപ്പോൾ വല്ല ഫ്രണ്ട്സ് വല്ലതും പണി കൊടുത്തായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ 90 കിഡ്സിനെ കുറിച്ച് ഓർക്കണ്ടേ. ഞങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരുന്ന ഒരു സുവർണ്ണ കാലഘട്ടം കേട്ടോ. സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്തിട്ട് വേണം പല കുട്ടികളും സ്കൂളിൽ പോകാനായിട്ടിരുന്ന. അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡാണ് അവർ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും പല പിള്ളേർക്കും നല്ല പണിയാണ്. ഇത് ഞാൻ ഒരുപാട് സൗഭാഗ്യങ്ങളുടെ ഇടയിലേക്ക് ജനിച്ച് വീണ 90s കിഡ്സിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പിള്ളേരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവർ സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നാലും ഇവർക്ക് പശുവുള്ള വീട്ടിൽ പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, അല്ലാത്ത എല്ലാ കാര്യങ്ങളും നോക്കണം, സ്വന്തം വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. ഇതെല്ലാം ഈ 90s കിഡ്സ് ചെയ്യും. കൂടാത്തതിന് നന്നാവാനായിട്ട് അപ്പൻ്റെ അമ്മയുടെ നിന്ന് നല്ല അടിയും കിട്ടും. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഒരു ഉപകാരം ഉണ്ടായി. എന്താണെന്നറിയാമോ, ഈ 90s പിള്ളേർക്കൊക്കെ വലിയ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഉള്ളവരുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഡിപ്ലോമയും ഒരു ഡിഗ്രിയും ഒക്കെ ചെയ്താണെങ്കിലും എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു വശം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്ത്, എല്ലാവരും വിദേശത്തും അല്ലെങ്കിൽ സ്വദേശത്തൊക്കെ ആയിട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് പേരൻസിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റും വളരെ കൂടുതലാണ്. കാരണം ചോദിക്കുന്ന എല്ലാം വിരലിന്റെ തുമ്പിൽ കൊടുത്തല്ല മാതാപിതാക്കൾ വളർത്തിയത്. അത് മാത്രമല്ല, വടിയുടെ സുഖം എന്താണെന്ന് ഈ 90s കിഡ്സിന് മുഴുവനായിട്ട് അറിയാം. അപ്പം പിന്നെ 2K കിഡ്സിന്റെ കാര്യം എനിക്കറിയത്തില്ല. അവർ തിരഞ്ഞെടുക്കുന്ന രീതികൾ അവർ വളരെ ഇമോഷണലാണ്. ആർക്കും തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വളരെയധികം കുറവാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ഈ ആത്മഹത്യകൾ ഇത്രയധികം കൂടുന്നത്. എനിവേ, എല്ലാവരും ഒന്ന് ടേക്ക് കെയർ.